Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 ഇന്റഗ്രൽസ് എക്സസൈസ് 7.3 ക്വസ്റ്റ്യൻ നമ്പർ 12 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ഇന്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മുകളിലത്തെ സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് എന്താണ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, divided by 1 plus cos x is 2 cos square x by 2. അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ വീഡിയോസിൽ. ഓക്കെ, 2 cos square x by 2 dx. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. ഓക്കെ, ഇവിടെ സൈൻ തീറ്റ അതായത് സൈൻ എക്സ് എന്ന് വെച്ചാൽ സൈൻ തീറ്റയാണ്. സോ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ആണ് അല്ലെ. സോ ഞാൻ എന്താണ് എന്തിനാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? എനിക്ക് ഇവിടെ കോസ് തീറ്റ അതായത് ഇവിടെ സൈൻ തീറ്റയ്ക്ക് വരെ നമുക്ക് സൈൻ എക്സ് ആണല്ലേ ക്വസ്റ്റ്യൻ. സോ 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. സോ ഇവിടെ മുകളിൽ ഒരു കോസ് എക്സ് ബൈ 2 വന്നു കഴിഞ്ഞാൽ താഴത്തെ കോസ് ഇവിടെ കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഉണ്ട്, എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിനാണ് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് എഴുതാം? 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എഴുതി. ഒരു സ്ക്വയർ ഉണ്ട്, സ്ക്വയറും അതേപോലെ എഴുതി. ഓൾ ഡിവൈഡഡ് ബൈ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 dx. ഓക്കെ, സോ ഇനി എന്താണ് ഞാൻ സ്ക്വയർ ചെയ്യാൻ പോവാണ്. സോ 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 സൈൻ square x by 2 cos square x by 2 divided by 2 cos square x by 2 dx എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ക്യാൻസൽ ചെയ്യാം അല്ലെ. ഈ 2ഉം ഈ 4ഉം 2 2s are 4. ഓക്കെ, ഈ cos square x by 2 cos square x by 2 കൂടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ ബാക്കി നമുക്ക് എന്തുണ്ട്? ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 dx. ഈ 2 പുറത്തെടുത്താൽ ഇന്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 dx. ഓക്കെ, സോ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 നമുക്ക് ഡയറക്റ്റ് എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. സോ ഇവിടെ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. സോ സൈൻ സ്ക്വയർ എക്സ്, ഇത് സൈൻ സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, തീറ്റ അല്ലെങ്കിൽ എക്സ്, ഇവിടെ എക്സിന്റെ ടേംസിലായതുകൊണ്ട് ഞാൻ മാറ്റി. ഓക്കെ, സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറയുമ്പോൾ 1 മൈനസ് ഇവിടെ തീറ്റ 2x ആണ്, അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1 മൈനസ് കോസ് എക്സ് ബൈ 2. സോ ഈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 പകരം 1 മൈനസ് കോസ് എക്സ് ബൈ 2 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, കാരണം നമുക്ക് ഡയറക്റ്റ് സൈൻ സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. So that is equal to 2 into integral of 1 minus cos x by 2 dx. ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ റിമൈനിങ് ഇന്റഗ്രൽ ഓഫ് 1 dx മൈനസ് ഇന്റഗ്രൽ ഓഫ് cos x dx. സോ ഇന്റഗ്രൽ ഓഫ് 1 dx എന്ന് പറഞ്ഞാൽ x ആണ്. സോ x മൈനസ് cos x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് sin x കിട്ടും. sin x പ്ലസ് c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്റഗ്രൽ ഓഫ് കോസ് 2x മൈനസ് കോസ് 2 ആൽഫ ഡിവൈഡ് ബൈ കോസ് x മൈനസ് കോസ് ആൽഫ dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ആണ്. ഓക്കെ, സോ എനിക്ക് ഇവിടെ കോസ് 2 തീറ്റ ഉണ്ട്. സോ ഇവിടെ ഞാൻ കോസ് 2 തീറ്റ എടുക്കാൻ പോവാണ്, എന്നിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 2 കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2 തീറ്റ. സോ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞാൽ കോസ് 2 തീറ്റ. ഓക്കെ, സോ ഞാൻ എന്നിട്ട് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. കോസ് 2x പകരം 2 കോസ് സ്ക്വയർ 2x മൈനസ് 1. ഓക്കെ, കോസ് 2x അല്ല, അപ്പൊ കോസ് 2 തീറ്റ തന്നെയാണ്. സോ കോസ് 2x പകരം 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. അപ്പൊ ഇവിടെ x വരും 2 കോസ് സ്ക്വയർ x മൈനസ് 1. ഓക്കെ, ഇവിടെ ഇപ്പൊ മനസ്സിലായില്ല, ഞാൻ കോസ് 2x എന്ന് ഇടുമ്പോ എന്താണ് 2 കോസ് സ്ക്വയർ x minus 1. തീറ്റയ്ക്ക് മാറ്റി ഞാൻ x ഇടുമ്പോൾ എന്താണ് സെയിം അല്ലേ, 2 cos
cos 2x പകരം 2 cos square x minus 1. ഓക്കെ, ഒന്നാമത്തെ ഞാൻ അങ്ങനെ ഇട്ടു മൈനസ്. ഓക്കെ, ഇനി അടുത്തത് cos 2 ആൽഫയാണ്. ഓക്കെ, ഇവിടെ എന്താണ് cos 2 ആൽഫ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും 2 cos square ആൽഫ മൈനസ് 1. എളുപ്പമാണ്. ഓക്കെ, മൈനസ് 2 cos square ആൽഫ മൈനസ് 1 എന്ന് എഴുതി. ഓൾ ഡിവൈഡഡ് ബൈ cos x മൈനസ് cos ആൽഫ dx. ഇത് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് 2 cos square x minus 1, okay, minus 2 cos square alpha plus 1 whole divided by cos x minus cos alpha dx. ഇവിടെ എനിക്ക് എന്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഈ മൈനസ് 1ഉം ഈ പ്ലസ് 1ഉം കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ? സോ ബാക്കി എന്തുണ്ട്? ഇന്റഗ്രൽ ഓഫ് 2 ഞാനൊന്ന് കോമൺ എടുത്തു. സോ cos square x minus, okay, cos square x minus cos square alpha, okay, divided by cos x minus cos alpha dx. Okay, so എന്താണ് ഇനി മുകളിൽ എന്താണ് cos square x minus cos square alpha, that is a square minus b square form ആണ്. അതിന് നമുക്ക് a plus b into a minus b എന്ന് എഴുതാമല്ലോ. സോ 2 into integral of ഇങ്ങനെ എഴുതാം cos x plus cos alpha into cos x minus cos alpha എന്ന് എഴുതി. എന്തിനാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്? എനിക്ക് cos x minus cos alpha ഉണ്ട്. ഇവിടെ ഒരു cos x minus cos alpha വരും. സോ എനിക്ക് താഴത്തെ ഡിനോമിനേറ്റർ ആയിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹോൾ ഡിവൈഡഡ് ബൈ cos x minus cos alpha dx. ഓക്കെ, ഇനി എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. cos x minus cos alpha താഴത്തുനിന്നും ഇവിടുത്തുനിന്നും എന്താണ് ക്യാൻസൽ ചെയ്തു. ഓക്കെ, സോ റിമൈനിങ് എന്താ ഉള്ളത്? റിമൈനിങ് that is equal to 2 into integral of cos x, okay, plus cos alpha dx. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 2 കോമൺ ആണ് അല്ലേ? സോ 2 എന്താണ് ഫുൾ, രണ്ടിനും കോമൺ ആണ്. ഈ cos x നെ ഓക്കെ ഒരു കാര്യം ചെയ്യാം, ഞാൻ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കാണിക്കാം 2ഉം കൂടെ വെച്ചിട്ട്. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് ഇന്റഗ്രൽ കൊടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് 2 into integral of cos x dx plus 2 into integral of cos alpha dx. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് ഇന്റഗ്രേഷൻ കൊടുത്തു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into cos x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് sin x കിട്ടും. ഓക്കെ, സോ 2 into sin x plus 2 into, ഓക്കെ, ഇവിടെ കോസ് ആൽഫയാണ്. കോസ് ആൽഫ കോൺസ്റ്റന്റ് അല്ലേ? കാരണം എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ എക്സിന്റെ ടേംസ് ഒന്നും ഇല്ലെങ്കിൽ ആ ഫുൾ ടേം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ടേം ആയിരിക്കും, നമ്മൾ പുറത്തെടുക്കും. സോ 2 കോസ് ആൽഫ പുറത്തെടുത്തു. ബാക്കി ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് വെച്ചാൽ 1 dx ആണ്. സോ ദാറ്റ് ഇസ് 2 sin x plus 2 cos alpha. Integral of 1 dx is x, okay, into ഒരു x plus c. So this can be written as 2 sin x plus 2x cos alpha plus c. This is our final answer. Okay, നമുക്ക് next question ലേക്ക് പോകാം. Question number 14. Integral of cos x minus sin x by 1 plus sin 2x dx. Okay, so ഇതാണ് നമ്മുടെ question. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ cos x minus sin x നമ്മൾ അതുപോലെ എഴുതിയിട്ട് ഈ 1നെ ഞാൻ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അല്ലേ? സോ ഈ 1ന് പകരം ഞാൻ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, പ്ലസ് ഓക്കെ ഈ സൈൻ 2x എന്ന് വെച്ചാൽ സൈൻ 2 തീറ്റ, 2 സൈൻ തീറ്റ കോസ് തീറ്റ, അതായത് 2 സൈൻ എക്സ് കോസ് എക്സ് അങ്ങനെയും കൊടുത്തു. ഓക്കെ, ഡി എക്സ് അതുപോലെ എഴുതി. Okay, so that is equal to integral of cos x minus sin x
ഡിവൈഡഡ് ബൈ ഓക്കെ ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. അത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നാ അല്ലേ? സോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അതായത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഡി എക്സ്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്റർ കിട്ടും. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തൂടെ? അതായത് ഡിനോമിനേറ്റർ ഇസ് ഈക്വൽ ടു പുട്ട് ഡിനോമിനേറ്റർ ഇസ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? സോ നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ പുട്ട് എന്താ പുട്ട് ചെയ്യേണ്ടത്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് മൈനസ് sin x okay that is dt by dx. നമുക്ക് വേണ്ടത് cos x minus sin x dx അല്ലേ? അപ്പോൾ എന്താണ് cos x minus sin x okay ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ dx എന്ന് പറഞ്ഞാൽ dt. സോ ഇത്രയത്തിന് പകരം നമുക്ക് dt കൊടുക്കാം. സോ ദാറ്റ് ഇസ് ഇന്റഗ്രൽ ഓഫ് ഇത്രയത്തിന് നമ്മൾ dt എന്ന് കൊടുത്തു ഡിവൈഡഡ് ബൈ sin x plus cos x is t. So here square is also there, t square. Okay. So ഞാൻ ഇനി എന്താണ് t സ്ക്വയറിനെ t raised to minus 2 മുകളിൽ കൊണ്ടുവന്നു into dt. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് t raised to minus 2 plus 1 by ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t raised to minus 2 plus 1 by minus 2 plus 1 plus c നാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. എക്സ് റേസ് ടു എന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു എൻ പ്ലസ് എൻ ഓൾ ഡിവൈഡ് ബൈ എൻ പ്ലസ് എൻ അല്ലേ? സോ ഇപ്പം എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ടി റേസ് ടു മൈനസ് 1 ബൈ മൈനസ് 1 പ്ലസ് സി. ഓക്കെ. സോ ടി റേസ് ടു മൈനസ് 1 നമുക്ക് 1 ബൈ ടി എന്ന് എഴുതാമല്ലോ. സോ 1 ബൈ ടി എന്ന് എഴുതി ഒരു മൈനസും ഉണ്ട്. മൈനസ് താഴെ മൈനസ് 1 എന്ന് വെച്ചാൽ മുകളിലിട്ടാലും സെയിം ആണ്. ഓക്കെ. പ്ലസ് സി. ഇനി നമുക്ക് സീന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. മൈനസ് 1 ബൈ സീന്റെ അല്ല ടീന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. സോ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ. പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇന്റഗ്രൽ ഓഫ് ടാൻ ക്യൂബ് 2x sec 2x dx. ഓക്കെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ ഒരു ടാൻ എക്സ് എടുത്തിട്ട് സീക്കിന്റെ കൂടെ എഴുതാൻ പോവാണ്. സോ ടാൻ എക്സ് സീക്ക് എക്സ് എന്ന് അടുപ്പിച്ച് ഒരു ടാൻ ക്യൂബ് 2x നിന്ന് ഞാൻ ഒരു ടാൻ എക്സ് എടുക്കാൻ പോവാണ്. ടാൻ എക്സ് എന്ന് വെച്ചാൽ ടാൻ 2x. സോ ടാൻ 2x ഒരെണ്ണം എടുത്തു. ഓക്കെ. സീക്ക് 2xന്റെ കൂടെ എഴുതി. ബാക്കി എത്ര ഉണ്ട്? ടാൻ സ്ക്വയർ 2x. രണ്ട് ടാൻ 2x കിടപ്പുണ്ട്. സോ ടാൻ സ്ക്വയർ 2x dx എന്ന് എഴുതി. ഓക്കെ. സോ നെക്സ്റ്റ് ഇന്റഗ്രൽ ഓഫ് tan 2x sec 2x. ഓക്കെ. ഇനി നമുക്ക് എന്താണ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാല് സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഓക്കെ. സോ ടാൻ സ്ക്വയർ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. സോ ദാറ്റ് ഇസ് സീക്ക് സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ എക്സ് അല്ല, ഇവിടെ 2x ആണ്. ഓക്കെ. സോ സീക്ക് സ്ക്വയർ 2x മൈനസ് 1 എന്ന് എഴുതി. ഓക്കെ. dx. ഓക്കെ. ഇനി നമ്മൾ എന്താ നമുക്ക് ഈ സീക്ക് 2xനെ പുട്ട് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ എങ്ങനെ വരും നോക്കാം. ഓക്കെ. പുട്ട് സീക്ക് 2x is equal to t എന്ന് കൊടുത്തു. ഓക്കെ. സീക്ക് എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ. സോ സീക്ക് 2x ടാൻ 2x കഴിഞ്ഞോ? ഡിഫറൻസിയേഷൻ ഇല്ല. ഇവിടെ നമുക്ക് എക്സ് അല്ല 2x ആണ്. സോ ഇൻറ്റു ഒരു 2 കൂടെ വരും അല്ലേ? സോ ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു dt ബൈ dx. ഓക്കെ അല്ലേ? സോ നമുക്ക് വേണ്ടത് എന്താണ്? tan 2x sec 2x dx. ഓക്കെ. സോ sec 2x tan 2x dx എടുത്തിട്ട് ഈ 2നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. സോ ദാറ്റ് ഈസ് dt ബൈ 2. ഇത് കിട്ടിയില്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ്. ഓക്കെ. സോ ഇതും പിന്നെ dx കൂടെ ചേർന്നിട്ട് dt ബൈ 2 എന്ന് എഴുതി. ഓക്കെ. sec 2x നമുക്ക് t, പക്ഷെ ഇവിടെ sec സ്ക്വയർ ആണ്. സോ t സ്ക്വയർ മൈനസ് 1 കഴിഞ്ഞില്ലേ?
ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ 1/2 പുറത്ത് കിടന്നോട്ടെ. സോ ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ മൈനസ് 1 dt. ഓക്കെ, സോ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ടി സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t³ 3 മൈനസ് 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, സോ ഇനി ഞാൻ ഈ t2നെ ഉള്ളിലേക്ക് കൊടുക്കാൻ പോവാണ്. 3 2s are 6 മൈനസ് എക്സ് ബൈ 2. ഓ സോറി, വിത്ത് റെസ്പെക്ട് ടു ടി ആണല്ലോ, സോ എക്സ് അല്ല ടി ആണ് വരുന്നത്. ഓക്കെ, മൈനസ് ടി. അപ്പൊ ഇവിടെ t/2. ഓക്കെ, സോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ, ടിന്റെ ടേംസ് അല്ല, dt അല്ലേ. സോ ഇവിടെ എക്സ് അല്ല 1 dt ചെയ്യുമ്പോൾ നമുക്ക് ടി ആണ് കിട്ടുന്നത്. ഓക്കെ, സോ എന്താണ്, പിന്നെ ഞാൻ 2നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ t³ 6 മൈനസ് t/2 പ്ലസ് സി. ഇനി നമുക്ക് ടിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ sec2x ആണ്. sec2x ആണ് ഹോൾ ക്യൂബ് അല്ല, അതല്ലെങ്കിൽ sec³ 2x എന്ന് എഴുതിയാലും മതി. ഓക്കെ, sec³ 2x ബൈ 6. ഓക്കെ, മൈനസ് ഇവിടെ എന്താണ്, ഒറ്റ ടി മാത്രമേ ഉള്ളൂ അല്ലെ, sec2x. ഓക്കെ, sec2x ബൈ 2 പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എക്സിന്റെ ടേംസിൽ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ് നമ്പർ 16, ഇന്റഗ്രൽ ഓഫ് tan raised to 4x dx. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ tan raised to 4x നെ tan square x into tan square x എന്ന് എഴുതാൻ പോവാണ്. സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് tan square x into tan square x dx. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് tan square x നമുക്ക് എങ്ങനെ എഴുതാം? 1 plus tan square x എന്ന് പറഞ്ഞാൽ 1 plus tan square x is sec square x ആണ്. ഓക്കെ, സോ tan square x നമുക്ക് sec square x minus 1 എന്ന് എഴുതാം അല്ലേ. സോ sec square x minus 1 എന്ന് എഴുതി. ഓക്കെ, ആൻഡ് ഇൻറ്റു tan square x dx. ഇനി ഞാൻ tan square x നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. സോ ഇന്റഗ്രൽ ഓഫ് sec square x tan square x minus tan square x dx എന്ന് എഴുതി. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്താ, ഇത് ഫുൾ ഒരു ടേം അല്ലേ. ഓക്കെ, sec square x tan minus dx. ഓക്കെ, സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്, ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് sec square x tan square x dx. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് tan square x dx എന്ന് എഴുതി. ഓക്കെ, ഈ tan square x നമുക്ക് വീണ്ടും sec square x minus 1 എന്ന് എഴുതിക്കൂടെ ഈ tan square x നെ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം അല്ലേ. tan x നമ്മൾ പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ tan x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് sec square x എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഇത് നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ നമുക്കൊരു കാര്യം ചെയ്യാം, i1 എന്നും കൊടുക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് i2 എന്നും കൊടുക്കാം. സോ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് i is equal to, that is integration i is equal to this i1 ഇടയ്ക്ക് മൈനസ് ആണ്, മൈനസ് i2. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് i1 നെ എടുത്ത് ചെയ്യാം. i1 is equal to integral of sec square x tan square x dx. ഓക്കെ, സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം അല്ലെ. പുട്ട് tan x is equal to t. tan x t കൊടുത്തു കഴിഞ്ഞാൽ tan x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ sec square x, that is dt by dx. So sec square x dx is equal to dt. Okay, so that is integral of sec square x ഉം dx ന് പകരം dt കൊടുത്തു. ഇനിയും tan square x, tan x t ആണ്, so t square dt. t square dt എന്ന് പറയുമ്പോൾ എന്താണ്,
ടി ക്യൂബ് ബൈ 3 പ്ലസ് സി എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോ ഞാൻ ഇവിടോട്ട് തന്നെ എഴുതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻ എക്സ് ആണ്. സോ ടാൻ ക്യൂബ് എക്സ് ബൈ 3 പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ I1. നമ്മുടെ I1 ഇതാണ്, നമുക്ക് I1 കിട്ടി. ഓക്കെ, ഇത് നമുക്ക് I2 ചെയ്യാം. I2 ഞാൻ ഇങ്ങോട്ടേക്ക് ചെയ്യാം. I2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇവിടെ ഇന്റഗ്രൽ ഓഫ് ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് ആണ്. ഇതിനെ നമുക്ക് എന്താണ്? വീണ്ടും നമുക്ക് sec square x minus 1 എന്ന് എഴുതാം അല്ലേ? സോ ഇന്റഗ്രൽ ഓഫ് sec square x minus 1 dx. സോ എന്താണ്? സ്പ്ലിറ്റ് ചെയ്യുമ്പം ഇന്റഗ്രൽ ഓഫ് sec square x dx മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 dx. ഇന്റഗ്രൽ ഓഫ് sec square x dx എന്ന് വെച്ചാൽ എന്താണ്? tan x ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് tan x മൈനസ് x പ്ലസ് c. ഇതാണ് നമ്മുടെ I2. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്? നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഓക്കെ, സോ ഇത് ഒരു കാര്യം ചെയ്യാം, ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. സോ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ 2 and 3 in ഇക്വേഷൻ 1. ഇക്വേഷൻ 1 കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ therefore I is equal to നമുക്ക് ഓക്കെ, therefore I is equal to I1. I1ന്റെ ആൻസർ എന്താണ്? ടാൻ ക്യൂബ് എക്സ് ബൈ 3. സി ഒറ്റ സി കൊടുക്കാം, ഇപ്പം സി കൊടുക്കണ്ട. ഓക്കെ, ഇനിയും ഐ മൈനസ് ആണ് ഇവിടെ, മൈനസ് I2. I2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻ എക്സ് മൈനസ് എക്സ് ആണ്. ഓക്കെ, എല്ലാത്തിനും കൂടെ ഒരു ഒറ്റ സി കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ആ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. ടാൻ ക്യൂബ് എക്സ് ബൈ 3 മൈനസ് ടാൻ എക്സ് പ്ലസ് എക്സ് പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഐ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഈ സ്റ്റുഡൻസ് ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രത്യേകിച്ച് പാടൊന്നുമില്ല, ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി, അത്ര പാടൊന്നും അല്ല ഇന്റഗ്രൽസ് കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസ്, ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.